ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ അധ്യായത്തിൽ എന്താണ് ലോൺ എന്നും ഒരു ഗാർഡനിൽ ലോണിൻ്റെ പ്രാധാന്യം എന്താണ് എന്നും ലോൺ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന വിവിധ വെറൈറ്റീസിൽപ്പെട്ട ലോൺ ഗ്രാസസ് ഏതെല്ലാമാണ് എന്നും ലോൺ നട്ടുപിടിപ്പിക്കേണ്ട സ്ഥലം എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുമെല്ലാം നാം മനസ്സിലാക്കിയതാണ്. ഇനി ലോൺ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന വിവിധ തരം ലോൺ പ്ലാന്റിംഗ് മെത്തേഡ്സ് ആണ് നമ്മൾ ഈ യൂണിറ്റിൽ കാണാൻ പോകുന്നത്. ലോൺ ഗ്രാസ് പ്ലാന്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന വിവിധ തരം മെത്തേഡുകളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത്. പ്രധാനമായും 5 ലോൺ ഗ്രാസ് പ്ലാന്റിംഗ് മെത്തേഡ്സ് ആണ് നമുക്കുള്ളത്. 1 സീഡ് സോയിങ് അഥവാ സീഡിംഗ്, 2 ഡിബ്ലിംഗ്, 3 കട്ട് ഗ്രാസ് പ്ലാന്റിംഗ് അഥവാ സ്പ്രിംഗ്ലിംഗ്, 4 ടർഫ് പ്ലാസ്റ്ററിംഗ്, 5 ടർഫിംഗ് അഥവാ സോഡിംഗ്. ഈ 5 മെത്തേഡുകൾ ഉപയോഗിച്ചാണ് സാധാരണ ലോൺ ഗ്രാസ് പ്ലാന്റിംഗ് നടത്തുന്നത്. ഇനി നമുക്ക് ഇതിൽ ഓരോ മെത്തേഡുകളും വിശദമായി കാണാം. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സീഡ് സോയിങ് അഥവാ സീഡിംഗ് എന്ന് പറയുന്ന മെത്തേഡാണ്. മറ്റുള്ള എല്ലാ ക്രോപ്പുകളിലും ചെയ്യുന്നത് പോലെ ലോൺ ഗ്രാസും നമുക്ക് സീഡിംഗ് മെത്തേഡ് വഴി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സീഡ് റേറ്റ് ആണ്. ഏകദേശം 100 മീറ്റർ സ്ക്വയർ ഏരിയയ്ക്ക് 250 ഗ്രാം സീഡ്സ് ആണ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം പ്രിപ്പയർഡ് ലാൻഡിൻ്റെ അല്ലെങ്കിൽ പ്രിപ്പയർഡ് ഫീൽഡിൻ്റെ മുകൾ ഭാഗത്തെ മണ്ണ് ചെറുതായി ഇളക്കി കൊടുക്കണം എന്നുള്ളതാണ്. അതിനുശേഷം ലോൺ ഗ്രാസ് സീഡ്സ് സോയിലുമായോ അല്ലെങ്കിൽ ഡ്രൈ സാൻഡുമായോ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പ്രിപ്പയർഡ് ഫീൽഡിൻ്റെ മുകളിലേക്ക് വിതച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സീഡ്സ് മാത്രമായി സാധാരണ വിതയ്ക്കാറില്ല. കാരണം സീഡ്സ് മാത്രമായി വിതയ്ക്കുമ്പോൾ സീഡുകൾ ഒരു ഭാഗത്ത് തന്നെ കൂടുതലായി വീഴുകയും അവിടെ ഗ്രാസസ് വളരെയധികം കൂടുതലായി വളരുകയും ചെയ്യുന്നതുകൊണ്ട് ഒരു യൂണിഫോം അപ്പിയറൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് മണ്ണുമായി അല്ലെങ്കിൽ മണലുമായി മിക്സ് ചെയ്തതിന് ശേഷം സീഡ്സിനെ ഫീൽഡിൻ്റെ മുകളിലായി വിതച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വിതച്ചതിന് ശേഷം ആ ഫീൽഡിൻ്റെ മുകളിലൂടെ ഒരു ലൈറ്റ് റോളർ ഓടിച്ച് കൊടുക്കേണ്ടതാണ്. ഈ ലൈറ്റ് റോളർ ഓടിക്കുന്നത് കൊണ്ട് സീഡ്സ് താഴെയുള്ള മണ്ണുമായി നല്ല കോണ്ടാക്റ്റിൽ വരികയും അത് ജെർമിനേഷനെ വളരെയധികം സഹായിക്കുകയും ചെയ്യും. ഇതിനുശേഷം വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഇറിഗേഷൻ കൊടുക്കുന്നതും നല്ലതാണ്. എപ്പോൾ ഇറിഗേറ്റ് ചെയ്യുമ്പോഴും വളരെ ലൈറ്റായിട്ട് മാത്രം വെള്ളം വീഴുന്ന രീതിയിൽ വേണം ഈ മെത്തേഡിൽ ഇറിഗേഷൻ നടത്താൻ. ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ സീഡ്സ് ജെർമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ മെത്തേഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മറ്റു മെത്തേഡുകളെ അപേക്ഷിച്ച് ഈ മെത്തേഡിന് ചെയ്യുന്നതിനുള്ള ഈസിനെസ് ആണ്. എന്നാൽ മറ്റ് മെത്തേഡുകളിൽ ലോൺ ഗ്രാസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ലോൺ ഗ്രാസിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് എടുക്കും എന്നുള്ളത് ഇതിൻ്റെ ഒരു ന്യൂനതയായി നമുക്ക് കാണാം. രണ്ടാമത്തെ മെത്തേഡാണ് ഡിബ്ലിംഗ്. എന്താണ് ഡിബ്ലിംഗ്? ഇവിടെ ഗ്രാസസിൻ്റെ ചെറിയ ബഞ്ചുകൾ നമ്മൾ മുറിച്ചെടുത്താണ് പ്രിപ്പയർഡ് ഫീൽഡിൽ പ്ലാന്റ് ചെയ്യുന്നത്. ഈ ഗ്രാസ് ബഞ്ചുകൾ മുറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ സ്റ്റെം പോർഷനും അതുപോലെ തന്നെ ഗ്രാസസിൻ്റെ റൂട്ട് പോർഷനും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ മുറിച്ചെടുക്കുന്ന ഗ്രാസ് ബഞ്ചുകളെ പ്രിപ്പയർഡ് ഫീൽഡിൻ്റെ മുകളിൽ 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 സെൻറ്റിമീറ്റർ എന്ന സ്പേസിങ്ങിൽ നട്ടുകൊടുക്കണം. വരിയായും നിരയായും ഉള്ള സ്പേസിംഗ് ആണ് 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഇത് നട്ടതിന് ശേഷം ഇതിനു മുകളിലൂടെ മണ്ണും മണലും കലർന്ന ഒരു മിശ്രിതം വിതറിക്കൊടുക്കുന്നതും നല്ലതാണ്.
അതിനുശേഷം ഇതിൻ്റെ മുകളിലൂടെ മുൻപത്തെ മെത്തേഡിൽ ചെയ്തതുപോലെ ലൈറ്റ് റോളർ ഓടിച്ച് കൊടുക്കാവുന്നതാണ്. ഇതുകൂടാതെ ഇവിടെയും റെഗുലറായിട്ടുള്ള ഇറിഗേഷൻ വളരെയധികം അത്യാവശ്യമാണ്. ഈ മെത്തേഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സീഡ് മെത്തേഡുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യാനെടുക്കുന്ന സമയം കുറച്ചുകൂടി കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ്. അതായത് സീഡ് ഉപയോഗിച്ചുള്ള ലോൺ എസ്റ്റാബ്ലിഷ്മെൻറ്റിനേക്കാൾ ക്വിക്കായി ഈ രീതിയിൽ ലോൺ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പ്ലാന്റിംഗ് കട്ട് ഗ്രാസസ് അഥവാ സ്പ്രിംഗ്ലിംഗ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഇവിടെ ലോൺ ഗ്രാസസിൻ്റെ നീളമുള്ള കഷ്ണങ്ങൾ ചെറുതായി മുറിച്ചെടുത്ത് അത് പ്രിപ്പയർഡ് ഫീൽഡിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തു കൊടുക്കുന്ന രീതിയാണിത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുറിച്ചെടുക്കുന്ന ഓരോ ഗ്രാസ് പീസുകളിലും സ്റ്റെം പോർഷനും റൂട്ട് പോർഷനും നിർബന്ധമായും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ മുറിച്ചെടുക്കുന്ന ഗ്രാസിൻ്റെ പീസുകൾ പ്രിപ്പയർഡ് ഫീൽഡിൻ്റെ മുകളിലുള്ള മണ്ണ് ചെറുതായി ഇളക്കിക്കൊടുത്ത് അവിടെ യൂണിഫോം ആയി സ്പ്രെഡ് ആവുന്ന രീതിയിൽ അത് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രിപ്പയർഡ് ഫീൽഡിൻ്റെ മുകൾ ഭാഗത്തുള്ള മണ്ണ് ചെറുതായി ഇളക്കിക്കൊടുത്ത് അവിടെയാണ് ഗ്രാസസിൻ്റെ ഈ പീസുകൾ വെച്ചു കൊടുത്ത് മണ്ണുമായി ചെറുതായി മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലൂടെ ഒരു ലൈറ്റ് റോളർ ഓടിച്ച് കൊടുക്കുകയും ചെയ്യണം. അപ്പോഴാണ് ഈ ഗ്രാസ് പീസുകൾ അടിയിലുള്ള മണ്ണുമായി നല്ല കോണ്ടാക്റ്റിൽ വരികയും റൂട്ട്സ് നല്ല വേഗത്തിൽ ആ മണ്ണിലേക്ക് വളർന്ന് ഗ്രാസസ് പിടിച്ചു കിട്ടുകയും ചെയ്യുകയുള്ളൂ. തുടർന്ന് റെഗുലറായിട്ടുള്ള ഇറിഗേഷൻ കൊടുക്കണം. ഈ മെത്തേഡ് നമുക്ക് നല്ല രീതിയിൽ ലോൺ ഗ്രാസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് എടുക്കുന്നതിന് സഹായിക്കുന്ന ഒരു മെത്തേഡ് കൂടിയാണ്. ടർഫ് പ്ലാസ്റ്ററിംഗ് എന്നുള്ളതാണ് നാലാമത്തെ മെത്തേഡ്. ഇവിടെ ഗ്രാസസിൻ്റെ ഏകദേശം 4 മുതൽ 5 സെൻറ്റിമീറ്റർ വരെ നീളമുള്ളതും 2-3 നോട്ട്സ് ഉൾപ്പെടുന്നതുമായ ചെറിയ ചെറിയ കഷ്ണങ്ങളെ മുറിച്ചെടുക്കുകയാണ് ആദ്യമായി ചെയ്യുക. ഇതോടൊപ്പം തന്നെ കൗഡങ്ങോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ മണലുമായി മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ലറി അല്ലെങ്കിൽ കുഴമ്പ് രൂപത്തിലുള്ള ഒരു ദ്രാവകം തയ്യാറാക്കുകയും വേണം. തുടർന്ന് മുറിച്ചെടുത്ത ഗ്രാസ് കഷ്ണങ്ങളെ ഈ സ്ലറിയിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പ്രിപ്പയർഡ് ഫീൽഡിൻ്റെ മുകളിലായി പ്ലാസ്റ്റർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മെഴുകി കൊടുക്കുകയാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. പ്ലാസ്റ്ററിങ്ങിന് ശേഷം ഇതിൻ്റെ മുകളിൽ വളരെ ചെറിയ രീതിയിലുള്ള ഇറിഗേഷൻ കൊടുക്കുന്നതും നല്ലതാണ്. ഈ രീതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് റെയിനി സീസൺസിന് വളരെയധികം അനുയോജ്യമായ ഒരു ലോൺ ഗ്രാസ് പ്ലാന്റിംഗ് മെത്തേഡാണ്. അഞ്ചാമത്തേതും അവസാനത്തേതുമായ മെത്തേഡാണ് ടർഫിംഗ് അഥവാ സോഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ടർഫ്? ലോൺ എസ്റ്റാബ്ലിഷ് ചെയ്ത് നിൽക്കുന്ന സ്ഥലത്ത് നിന്നും നാം മുറിച്ചെടുക്കുന്ന ഏകദേശം 20 സെൻറ്റിമീറ്റർ നീളവും 20 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഗ്രാസസിൻ്റെ ചെറിയ ബ്ലോക്കുകളെയാണ് ടർഫ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ടർഫുകളെ മുറിച്ചെടുത്ത് പ്രിപ്പയർഡ് ഫീൽഡിൻ്റെ മുകളിലായി നാം ഒരു വീട്ടിൽ ടൈൽസ് വിരിക്കുന്ന രീതിയിൽ വിരിച്ചു കൊടുക്കുന്ന മെത്തേഡിനെയാണ് ടർഫിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ടർഫുകളെ വളരെ അടുപ്പിച്ച് പ്രിപ്പയർഡ് ഫീൽഡിന് മുകളിലായി നാം വിരിച്ചു കൊടുക്കുന്നു. ഒപ്പം തന്നെ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് സ്പേസുകളിൽ മണൽ ഉപയോഗിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ ടർഫുകളെ വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ഒരു ഹെവി റോളർ ഓടിച്ച് അതിനെ ഒന്ന് അമർത്തി കൊടുക്കുകയും ചെയ്യണം.
ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ടർഫുകളുടെ അടിഭാഗത്തുള്ള ഗ്രാസസിൻ്റെ റൂട്ട്സ് താഴെയുള്ള ഫീൽഡിലെ മണ്ണുമായി നല്ല സമ്പർക്കത്തിൽ വരികയും റൂട്ട് ഗ്രോത്ത് വളരെ എളുപ്പത്തിൽ നടന്ന് ഗ്രാസസിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വേഗത്തിലാവുകയും ചെയ്യും. ഈ രീതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോൺ ഗ്രാസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് മെത്തേഡുകളിൽ ഏറ്റവും വേഗതയേറിയ അല്ലെങ്കിൽ ക്വിക്കസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ടാണ് ടർഫിംഗ് അഥവാ സോഡിങ്ങിനെ കണക്കാക്കുന്നത്. നമുക്ക് ഒരു ഗാർഡനിൽ വളരെ പെട്ടെന്ന് ഒരു ലോൺ വെച്ചുപിടിപ്പിക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്ലാന്റിംഗ് മെത്തേഡാണ് ടർഫിംഗ് അഥവാ സോഡിങ്. ഇതെല്ലാമാണ് ലോൺ ഗ്രാസസിലെ പ്രധാനപ്പെട്ട പ്ലാന്റിംഗ് മെത്തേഡുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ലോൺ ഗ്രാസ് പ്ലാന്റിംഗ് മെത്തേഡുകളെക്കുറിച്ച് ഒരു ധാരണ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട 2 ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് വേണ്ടി പറയുന്നു. ആക്ടിവിറ്റി നമ്പർ 1, ലോൺ ഗ്രാസിന് ഉപയോഗിക്കുന്ന ഡിഫറെൻ്റ് ഗ്രാസ് വെറൈറ്റീസിൻ്റെ ഒരു ആൽബം തയ്യാറാക്കുക. ആക്ടിവിറ്റി നമ്പർ 2, ഡിഫറെൻ്റ് മെത്തേഡ്സ് ഓഫ് ലോൺ ഗ്രാസ് പ്ലാന്റിംഗ്, അതുമായി ബന്ധപ്പെട്ട ഒരു അസൈൻമെൻറ്റ് തയ്യാറാക്കുക. ഇതുകൂടാതെ ഇവിടെ പറഞ്ഞ 5 മെത്തേഡ്സ് ഓഫ് പ്ലാന്റിങ്ങിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ ഏരിയയിൽ പറ്റുമെങ്കിൽ ഒരു ലോൺ സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിച്ചു നോക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഉദ്യാനത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് പുൽത്തകിടി. പുൽത്തകിടി നിർമ്മിക്കുന്നതിനുള്ള വിവിധ രീതികൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഒരു പുൽത്തകിടി നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ അവയെ കൃത്യമായിട്ട് സംരക്ഷിക്കേണ്ടതുണ്ട്. നല്ല പരിചരണമില്ലാത്ത പുൽത്തകിടി പൂന്തോട്ടത്തിന്റെ ഭംഗി നഷ്ടപ്പെടുത്തുന്നു. ഇനി നമുക്ക് ഒരു പുൽത്തകിടി സംരക്ഷിക്കുന്നതിനുള്ള വിവിധ തരം പരിചരണ മുറകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആഫ്റ്റർ കെയർ ഓഫ് ലോൺ. പുൽത്തകിടി സംരക്ഷിക്കുന്നതിനുള്ള വിവിധ പരിചരണ മുറകളാണ് മോവിംഗ്, റോളിംഗ്, മാനുവറിംഗ്, സ്ക്രേപ്പിംഗ്, വാട്ടറിംഗ്, വീഡിംഗ്, പ്ലാന്റ് പ്രൊട്ടക്ഷൻ മുതലായവ. നമുക്ക് ഓരോ പരിചരണ മുറയും വിശദമായി പഠിക്കാം. മോവിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിചരണ മുറയാണ് മോവിംഗ്. എന്താണ് മോവിംഗ്? The cutting and leveling of the grass periodically is known as mowing. പുല്ലിൻ്റെ ഉയരം ക്രമീകരിച്ചു നിർത്തുന്ന പ്രക്രിയയ്ക്കാണ് മോവിംഗ് എന്ന് പറയുന്നത്. പുല്ലിൻ്റെ ഇനവും വളർച്ചയും അനുസരിച്ച് മോവിങ്ങിൻ്റെ ഇടവേള കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടതാണ്. പുല്ല് വളരുന്ന ആദ്യഘട്ടങ്ങളിൽ ഗ്രാസ് ഷിയർ ഉപയോഗിച്ചാണ് പുല്ല് വെട്ടേണ്ടത്. നന്നായി വളർന്നതിന് ശേഷം മോവർ എന്ന ഉപകരണം ഉപയോഗിച്ച് പുല്ല് വെട്ടി നിർത്താവുന്നതാണ്. 5 മുതൽ 6 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് പുൽത്തകിടിയിലെ പുല്ലിൻ്റെ ഉയരം ക്രമീകരിക്കേണ്ടത്. മുറിച്ചു കളയുന്ന പുല്ലിൻ്റെ തലപ്പുകൾ പുൽത്തകിടിയിൽ നിന്നും അടിച്ചുവാരി കളയേണ്ടതാണ്. റോളിംഗ് മറ്റൊരു പ്രധാന പരിചരണ മുറയാണ് റോളിംഗ്. നിലമൊരുക്കുന്ന സമയത്ത് മണ്ണ് നിരപ്പാക്കുന്നതിനും ഒതുക്കുന്നതിനും റോളിംഗ് ചെയ്യുന്നു. പുല്ല് വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ പുല്ല് മണ്ണുമായി ചേരുന്നതിനും വേര് പിടിച്ചു നിൽക്കുന്നതിനും പുൽത്തകിടിയുടെ പ്രതലം നിരപ്പായിരിക്കുന്നതിനുമാണ് റോളിംഗ് ചെയ്യുന്നത്. റോളിംഗ് ചെയ്യുന്നതിലൂടെ ചിതലുകളുടെ ആക്രമണം തടയുന്നതിനും മണ്ണിരകൾ ഉണ്ടാക്കുന്ന വായു അറകൾ അടയ്ക്കുന്നതിനും സഹായിക്കുന്നു. മഴക്കാലത്ത് മണ്ണിൽ ഈർപ്പമുള്ളപ്പോൾ റോളിംഗ് നടത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ഇറിഗേഷൻ നമുക്കറിയാം, ചെടികൾ വളരുന്നതിന് ജലം വളരെ അത്യാവശ്യമാണ്. പുൽത്തകിടികൾക്ക് മനോഹരമായ പച്ചപ്പ് നിലനിർത്തുന്നതിനും വെള്ളം അത്യാവശ്യമാണ്, പ്രത്യേകിച്ചും വേനൽക്കാലത്ത്. എല്ലായിടത്തും ഒരുപോലെ നന എത്താൻ ശ്രദ്ധിക്കണം. Frequent and light irrigation is preferable than heavy watering at long intervals.
പല തവണകളായി കുറേശ്ശെ വെള്ളം നൽകുന്നതാണ് നല്ലത്. സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സിസ്റ്റമാണ് വലിയ പുൽത്തകിടികളിൽ ജലസേചനത്തിനായി ഉപയോഗിക്കുന്നത്. വീഡിംഗ് അഥവാ കളനിയന്ത്രണം. പുൽത്തകിടിയുടെ ഭംഗി നിലനിർത്തുന്നതിൽ കളനിയന്ത്രണത്തിന് പ്രധാന പങ്കുണ്ട്. നിലമൊരുക്കുമ്പോൾ തന്നെ കളനിയന്ത്രണത്തിന് പ്രത്യേക ശ്രദ്ധ വേണം. പുൽത്തകിടി നട്ട ശേഷം കാണുന്ന കളകൾ അതാത് സമയത്ത് തന്നെ വേരോടെ പിഴുതു മാറ്റേണ്ടതാണ്. മാനുവറിംഗ് അഥവാ വളപ്രയോഗം. മോവിങ്ങിന് ശേഷം വളപ്രയോഗം ചെയ്യാവുന്നതാണ്. പുൽത്തകിടി മഞ്ഞ കളറായി ചിലപ്പോൾ കാണുന്നു. അതിന് കാരണം നൈട്രജൻ ഡെഫിഷ്യൻസി ആണ്. അത് മറികടക്കാൻ 1-2% വീര്യമുള്ള യൂറിയ ലായനി മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. വർഷത്തിലൊരിക്കൽ ഫോർക്കിംഗ് ചെയ്യുന്നത് നല്ലതാണ്. മണ്ണിളക്കാനും വായുസഞ്ചാരം ഉണ്ടാകാനും പുൽത്തകിടിയുടെ വേരിന്റെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും ഫോർക്കിംഗ് സഹായിക്കുന്നു. ഫോർക്കിംഗ് ചെയ്ത ശേഷം നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയും മണലും 1:1 എന്ന അനുപാതത്തിൽ കൂട്ടിക്കലർത്തിയ ശേഷം പുൽത്തകിടിയിൽ വിതറി കൊടുക്കേണ്ടതാണ്. വലിയ പുൽത്തകിടി ആണെങ്കിൽ സ്പ്രെഡർ ഉപയോഗിച്ച് ചാണകപ്പൊടിയും മണലും കൂട്ടിക്കലർത്തിയ മിശ്രിതം അപ്ലൈ ചെയ്യാവുന്നതാണ്. രാസവളങ്ങളും പുൽത്തകിടിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അമോണിയം സൾഫേറ്റ്, സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ്, MOP എന്നിവ 2:1:1 എന്ന അനുപാതത്തിൽ കൂട്ടിച്ചേർത്ത് ചതുരശ്ര മീറ്ററിന് 50 മുതൽ 75 ഗ്രാം എന്ന തോതിൽ വിതറി കൊടുക്കണം. രാസവള പ്രയോഗത്തിന് ശേഷം റോളിംഗ് ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് രാസവളം മണ്ണുമായി കൂടിച്ചേരുകയുള്ളൂ. സ്ക്രേപ്പിംഗ് ആൻഡ് റേക്കിംഗ്. തുടർച്ചയായ മോവിംഗ്, റോളിംഗ് എന്നിവ ചെയ്യുന്നത് കാരണം പുൽത്തകിടിയുടെ വേരുതലത്തിൽ കട്ടിയുള്ള ഒരു പ്രതലം രൂപം കൊള്ളാൻ സാധ്യതയുണ്ട്. വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഉറച്ച പ്രതലം പുല്ലിന്റെ വേരോട്ടത്തെ ബാധിക്കുന്നു. ഇത് മാറ്റാനായി 2 വർഷത്തിലൊരിക്കൽ പുൽത്തകിടി കിളച്ചൊരുക്കേണ്ടതാണ്. പുൽത്തകിടിയുടെ ശത്രുക്കളാണ് ചിതലുകൾ, മണ്ണിരകൾ എന്നിവ. ഇവയുടെ ആക്രമണം തടയാൻ റോളിംഗ് ഒരു പരിധിവരെ സഹായിക്കും. കൂടിയ ആക്രമണമുണ്ടെങ്കിൽ രാസകീടനാശിനിയായ ഇമിഡാക്ലോപ്രിഡ് 2 ml 1 ലിറ്റർ എന്ന തോതിൽ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം. ലീഫ് ഹോപ്പേഴ്സ്. ലീഫ് ഹോപ്പേഴ്സ് ഗ്രാസിൽ നിന്നും ജ്യൂസ് വലിച്ചു കുടിക്കുന്നതിന്റെ ഫലമായി വെള്ളവരകൾ കാണുന്നു. പിന്നീട് മഞ്ഞ കളറായും ബ്രൗൺ കളറായും മാറുന്നു. ലീഫ് ഹോപ്പേഴ്സിനെ കൺട്രോൾ ചെയ്യാനായി ക്ലോർപൈറിഫോസ് 1.5 ml 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് സ്പ്രേ ചെയ്യേണ്ടതാണ്. കട്ട്വേം. കട്ട്വേംസ് സാധാരണയായി ഫീഡ് ചെയ്യുന്നത് രാത്രിയിലാണ്. അവ ഇലകളെല്ലാം തിന്ന് നശിപ്പിക്കുന്നു. കട്ട്വേംസിനെ നിയന്ത്രിക്കാൻ ക്യുനാൽഫോസ് 2 ml per ലിറ്റർ എന്ന തോതിൽ സ്പ്രേ ചെയ്യേണ്ടതാണ്. വൈറ്റ് ഫ്ലൈയുടെ അറ്റാക്ക് മൂലം ലീവ്സ് ഗ്രേ കളറായി മാറുന്നു. മീലി ബഗ്സിന്റെ അറ്റാക്ക് പ്രധാനമായും കാണുന്നത് ബെർമുഡ ഗ്രാസിലാണ്. സിസ്റ്റമിക് ഇൻസെക്ടിസൈഡായ ഡൈമെത്തയേറ്റ് ഉപയോഗിച്ച് മീലി ബഗ്സിനെയും വൈറ്റ് ഫ്ലൈനെയും കൺട്രോൾ ചെയ്യാം. റൂട്ട് ഗ്രബ് ഗ്രാസിന്റെ വേരുപടലത്തെയാണ് തിന്ന് നശിപ്പിക്കുന്നത്. ഗ്രാസ് വലിച്ചു നോക്കിയാൽ വളരെ ഈസിയായി നമ്മുടെ കയ്യിൽ പോരും. റൂട്ട് ഗ്രബിന്റെ അറ്റാക്ക് മൂലം ഇറഗുലറായി ബ്രൗൺ പാച്ച് പുൽത്തകിടിയിൽ കാണാം. റൂട്ട് ഗ്രബിനെ കൺട്രോൾ ചെയ്യാൻ ഏതെങ്കിലും സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ് ഉപയോഗിച്ചാൽ മതി. വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലത്ത് കാണുന്ന ഒരു നോൺ ഇൻസെക്ട് പെസ്റ്റാണ് സ്ലഗ്സ്. ഉപ്പ് അല്ലെങ്കിൽ കുമ്മായം ഉപയോഗിച്ച് ഇവയെ നശിപ്പിച്ചു കളയാവുന്നതാണ്. ഡിസീസസ്. മണ്ണിൽ കാണുന്ന ഫംഗസ് മൂലം പുൽത്തകിടിയിൽ കാണുന്ന ഒരു ഡിസീസാണ് ഫെയറി റിംഗ്. പുൽത്തകിടിയിൽ ഒരു സർക്കുലർ റിംഗ് ലൈക്ക് അപ്പിയറൻസ് കാണപ്പെടുന്നു. ചിത്രത്തിൽ നിങ്ങൾക്ക് ലൈറ്റ് ഗ്രീൻ സർക്കിളിന് ചുറ്റും ഡാർക്ക് ഗ്രീൻ സർക്കിൾ കാണാം. ഗ്രാസ് ഡാർക്ക് ഗ്രീൻ കളർ ആകുന്നതിന് കാരണം മണ്ണിൽ കൂടുതലായി നൈട്രജന്റെ അളവ് വന്നതുകൊണ്ടാണ്. ഫംഗസ് ഓർഗാനിക് മാറ്ററിനെ വിഘടിപ്പിച്ചതിന്റെ ഫലമായാണ് മണ്ണിൽ നൈട്രജന്റെ അളവ് കൂടിയത്. ചിലപ്പോൾ കൂണുകൾ വൃത്താകൃതിയിൽ വളർന്ന് നിൽക്കുന്നത് കാണാം.
ഈ ഡിസീസിനെ കൺട്രോൾ ചെയ്യാൻ ബ്ലിറ്റോക്സ് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് മണ്ണിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ബ്രൗൺ പാച്ച് ഫംഗസ് മൂലം ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് ബ്രൗൺ പാച്ച്. പുൽത്തകിടിയുടെ വിവിധ ഭാഗങ്ങളിൽ സർക്കുലർ ഷേപ്പിൽ ഗ്രാസ് ബ്രൗൺ കളറായി കാണപ്പെടുന്നു. മാംഗോസിപ്പ് എന്ന കുമിൾനാശിനി ഉപയോഗിച്ച് ഈ ഡിസീസിനെ കൺട്രോൾ ചെയ്യാം. ലീഫ് സ്പോട്ട് ബ്രൗൺ കളർ ഉള്ള സ്പോട്ട് ലീവ്സിൽ കാണപ്പെടുന്നു. പ്രൊപ്പിഗണോസോൾ അടങ്ങിയിട്ടുള്ള ഫംഗിസൈഡ് ഉപയോഗിച്ച് ഈ ഡിസീസിനെ നിയന്ത്രിക്കാം. പൗഡറി മിൽഡ്യൂ ലീഫിന്റെ അപ്പർ സർഫസിൽ വൈറ്റ് കളർ ഫംഗസിന്റെ ഗ്രോത്ത് കാണുന്നു. സൾഫർ ഡസ്റ്റ് ഉപയോഗിച്ച് പൗഡറി മിൽഡ്യൂ ഡിസീസിനെ കൺട്രോൾ ചെയ്യാം. പുൽത്തകിടി മഞ്ഞ കളറാകുന്നതിന് പല കാരണങ്ങളുണ്ട്. നൈട്രജന്റെ കുറവ് മൂലം മഞ്ഞ കളറാകുന്നു. നല്ല മഴ ലഭിക്കുന്ന സ്ഥലത്ത് വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം മഞ്ഞ കളറാകുന്നു. അതുപോലെ മണ്ണ് നല്ല ഹാർഡാണെങ്കിൽ ഓക്സിജന്റെ അഭാവം മൂലവും മഞ്ഞ കളറാകുന്നു. കുർപ്പി ഉപയോഗിച്ച് മണ്ണിളക്കുന്നത് യെല്ലോയിങ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ക്ലോറോസിസ് മഗ്നീഷ്യം അല്ലെങ്കിൽ അയേണിന്റെ കുറവ് മൂലം ഗ്രാസിൽ മഞ്ഞളിപ്പ് കാണുന്നു. മഗ്നീഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ അയൺ സൾഫേറ്റ് വെള്ളത്തിൽ ലയിപ്പിച്ച് സ്പ്രേ ചെയ്താൽ ക്ലോറോസിസ് നിയന്ത്രിക്കാം. ഡോഗ് യൂറിൻ ഡോഗ്സിന്റെ യൂറിനിൽ നൈട്രജന്റെ അളവ് വളരെ കൂടുതലാണ്. അതുമൂലം ഗ്രാസ് ബ്രൗൺ കളറായി ഡെഡായി കാണപ്പെടുന്നു. അത്തരം ഡെഡായിട്ടുള്ള ഗ്രാസ് മാറ്റി പുതിയ ഗ്രാസ് വെച്ച് പിടിപ്പിക്കേണ്ടതാണ്. ഫെർട്ടിലൈസർ ബേൺ രാസവളം കൂടുതലായി അപ്ലൈ ചെയ്താൽ ഗ്രാസ് ബ്രൗൺ കളറായി മാറുന്നു. ഇതിനെയാണ് ഫെർട്ടിലൈസർ ബേൺ എന്ന് പറയുന്നത്. ഇംപ്രോപ്പർ മൂവിങ് ഗ്രാസ് മണ്ണിനോട് ക്ലോസ് ആയി കട്ട് ചെയ്താൽ മഞ്ഞ കളറാവുകയോ ഉണങ്ങുകയോ ചെയ്യുന്നു. അതുകൊണ്ട് ഗ്രാസ് കട്ട് ചെയ്യുമ്പോൾ 1/3 ഹൈറ്റിനേക്കാളും കൂടുതൽ ആവരുത്. ബ്ലേഡ് നല്ല മൂർച്ചയുള്ളതും ആയിരിക്കണം. ഇംപ്രോപ്പർ വാട്ടറിംഗ് കൂടുതലായി വെള്ളം നൽകിയാൽ പല ഡിസീസുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഇടവിട്ട് നൽകുന്നതാണ് നല്ലത്. പുൽത്തകിടി നട്ടുപിടിപ്പിച്ച് 4-5 വർഷം നല്ല ഭംഗിയിൽ നിൽക്കും. അത് കഴിഞ്ഞാൽ ഭംഗി നഷ്ടപ്പെടും. അതുകൊണ്ട് 4-5 വർഷം കഴിഞ്ഞാൽ പുതിയ ഗ്രാസ് വെച്ച് പിടിപ്പിക്കേണ്ടി വരും. അതിനെയാണ് റീപ്ലാന്റിംഗ് എന്ന് പറയുന്നത്. പുൽത്തകിടിയുടെ വിവിധ പരിചരണ മുറകളാണ് നാം പഠിച്ചത്. അവ ഏതെല്ലാം എന്ന് ഒന്നുകൂടി നോക്കാം. മൂവിംഗ് പുല്ലിന്റെ ഉയരം ക്രമീകരിച്ചു നിർത്തുന്നതിനെയാണ് മൂവിംഗ് എന്ന് പറയുന്നത്. റോളിംഗ് പുൽത്തകിടിയുടെ പ്രതലം നിരപ്പായിരിക്കുന്നതിന് റോളർ എന്ന ഉപകരണം കൊണ്ട് ഉരുട്ടി ഉറപ്പിക്കേണ്ടതാണ്. മാനുവറിംഗ് പുൽത്തകിടിയിൽ ചെയ്യുന്ന വളപ്രയോഗമാണ് മാനുവറിംഗ്. സ്ക്രേപ്പിംഗ് തുടർച്ചയായ മൂവിംഗ്, റോളിംഗ് എന്നിവ ചെയ്യുന്നത് കാരണം രൂപം കൊള്ളുന്ന ഉറച്ച പ്രതലം മാറ്റാനായി പുൽത്തകിടി കിളച്ചൊരുക്കുന്നതിനെയാണ് സ്ക്രേപ്പിംഗ് ഓർ റേക്കിംഗ് എന്ന് പറയുന്നത്. വാട്ടറിംഗ് വെള്ളം നനുത്ത സ്പ്രേയായി വീഴ്ത്തുന്ന നോസിലുകൾ ഘടിപ്പിച്ച ഹോസ് ഉപയോഗിച്ചോ മൈക്രോ സ്പ്രിംഗ്ലർ അഥവാ പോപ്പപ്പ് ഉപയോഗിച്ചോ പുൽത്തകിടി നനയ്ക്കാം. വീഡിംഗ് പുൽത്തകിടിയിൽ കാണുന്ന മുത്തങ്ങ പോലുള്ള കളകളെ വേരോടെ പറിച്ച് നീക്കേണ്ടതാണ്. പ്ലാന്റ് പ്രൊട്ടക്ഷനിൽ പുൽത്തകിടിയിൽ കാണപ്പെടുന്ന ഇൻസെക്ട് പെസ്റ്റുകളെയും ഡിസീസുകളെയും കുറിച്ച് പഠിച്ചു. പുൽത്തകിടി സംരക്ഷിക്കുന്നതിനുള്ള വിവിധ തരം ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ പരിചയപ്പെട്ടു. മോവേഴ്സ് 2 ടൈപ്പ് ഉണ്ട്. കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്നവയും വൈദ്യുതി കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നവയും. മറ്റുപകരണങ്ങളാണ് റോളർ, സ്പ്രെഡർ, സ്പ്രിംഗ്ലർ, ഗ്രാസ് ഷിയർ, കുർപ്പി തുടങ്ങിയവ. ഇവയുടെ ചിത്രങ്ങൾ കളക്ട് ചെയ്ത് നിങ്ങളുടെ പിക്ചർ ആൽബത്തിൽ ഒട്ടിച്ച് ടീച്ചർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്.